വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മൾ പേജിനേഷൻ ഫംഗ്ഷനാലിറ്റി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ യൂസേഴ്സിന് എല്ലാ ക്രൂഡ് ഓപ്പറേഷൻസ് ചെയ്യാം. ആഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ വ്യൂവും ചെയ്യാം. വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ എംപ്ലോയിനെ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ക്രൂഡ് ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാം. അതിന്റെ കൂടെ തന്നെ പേജിനേറ്റഡ് റിസൾട്ട് ആയിട്ട് അവർക്ക് കാണാനും പറ്റും. അപ്പൊ യൂസർ എക്സ്പീരിയൻസും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലിസ്റ്റിൽ യൂസറിന് ആവശ്യമുള്ള മറ്റൊരു ഫംഗ്ഷനാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഏത് ലിസ്റ്റിലായി കഴിഞ്ഞാലും യൂസറിന് ആവശ്യം ഉണ്ടാകുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒന്ന് നെയിം ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സാലറി ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് ടോപ്പിൽ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറവ് ടോപ്പിൽ വരുന്ന രീതിയിൽ സോർട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഡറിൽ സോർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെ സോർട്ടിംഗ് ഫംഗ്ഷനാലിറ്റി അവർക്ക് വേണ്ടി വരും. അതാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ സോർട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് UI അങ്ങനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ കൊടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഫീൽഡിന്റെ നേരെ ആ ഓർഡറിനനുസരിച്ച് സോർട്ടിംഗ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് സോർട്ടിംഗ് ചെയ്യാൻ പറ്റുക, അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറും. അപ്പൊ അതിന് ഡാറ്റാബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ അസെൻഡിങ്ങിന് ASC ആസ്ക്, ഡിസെൻഡിങ്ങിന് DESC ഡിസ്ക് എന്ന് പറയും. അപ്പൊ ഈ രണ്ട് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഐക്കൺ കൊടുത്തിട്ട് അതിൽ URL കൊടുക്കണം, href കൊടുക്കണം. അപ്പൊ എന്തേലും നമ്മളിപ്പോ പേജിനേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സെക്കൻഡ് പേജിൽ പോകുമ്പോൾ പേജ് 2 എന്നാണ് നമ്മൾ URL കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഗെറ്റ് ആണ്, നമ്മൾ ലിസ്റ്റ് കാണാണ്. ലിസ്റ്റ് കാണുന്ന എപ്പോഴും ഗെറ്റ് ഓപ്പറേഷൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഗെറ്റ് ആണ് അതിന്റെ HTTP മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഗെറ്റിൽ നമ്മൾ ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും URL കൂടെ ആയിരിക്കും. അപ്പൊ അത് പാസ് ചെയ്യാം. പോസ്റ്റിലാകുമ്പോൾ URL അല്ലാതെ ഹിഡൻ ആയിട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്ന ഗെറ്റ് ആയിരിക്കും. ഗെറ്റിൽ നമ്മൾ ഡാറ്റാസ് ഒക്കെ പാസ് ചെയ്യുന്നത് ബാക്ക് എൻഡിന് പാസ് ചെയ്ത് കൊടുക്കുന്നത് URL ആയിരിക്കും. ഇപ്പൊ പേജ് 2 ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ URL പാസ് ചെയ്ത് കൊടുത്തു. അപ്പൊ അതേപോലെ തന്നെ സോർട്ടിങ്ങിനും ഏത് സോർട്ടിംഗ് ആണ് ചെയ്യേണ്ടതെന്നും ഏത് ഫീൽഡ് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം ആദ്യം. പിന്നെ ഏത് ഓർഡറിലാണ്, അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ ഓർഡറിൽ. അപ്പൊ അത് രണ്ടും നമ്മൾ URL എന്ത് ചെയ്യണം, പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഐക്കൺ കൊടുത്തു. ആദ്യത്തെ ഐക്കൺ അസെൻഡിങ്, അതായത് മുകളിൽ നിന്ന് ആ ഒരു താഴേക്കുള്ള രീതിയിൽ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുത് മുകളിൽ നിന്നുള്ള രീതിയിൽ ഡീഫോൾട്ട് അസെൻഡിങ് ഓർഡർ ആയിരിക്കും. പിന്നെ അതല്ല ഡിസെൻഡിങ് ഓർഡർ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ രണ്ട് ഐക്കൺ കൊടുത്തു. എന്നിട്ട് അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ഇപ്പൊ നിങ്ങൾ താഴെ നോക്കി കഴിഞ്ഞാൽ കാണാം. മൗസ് ഓവർ ചെയ്യുമ്പോൾ സോർട്ട് ഈക്വൽ ടു ID ആൻഡ് ഓർഡർ ഈക്വൽ ടു അസെൻഡിങ്, ഒന്നിലധികം വാല്യൂസ് നമ്മൾ URL പാസ് ചെയ്യുമ്പോൾ ആദ്യം ഫയലിന്റെ അല്ലെ URLന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഒറ്റ പ്രാവശ്യം. പിന്നെ പേജ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് എന്നിട്ട് ആൻഡ് അടുത്ത വാല്യൂ കൊടുക്കും. ആൻഡ് ആണ് ഇവിടെ കൊടുത്ത് സോർട്ട് ഈക്വൽ ടു ID ആൻഡ് ഓർഡർ ഈക്വൽ ടു അസെൻഡിങ്. അപ്പൊ രണ്ട് വാല്യൂ പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് URL. അപ്പൊ അങ്ങനെ പാസ് ചെയ്യാം. പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഡെക്സ് ഫയലിൽ അത് കിട്ടും. നമ്മൾ പേജ് നമ്മൾ പാസ് ചെയ്ത പോലെ സോർട്ടിങ്ങിന്റെ ഏത് കോളം ആണെന്നും ഏത് രീതിയിലാണ് സോർട്ട് ചെയ്യേണ്ടതെന്നും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫെച്ച് ഓൾ എന്ന് പറഞ്ഞ എംപ്ലോയിലുള്ള ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് അത് കൊറിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓർഡർ ബൈ, നിങ്ങൾ മുമ്പ് MySQL പഠിച്ചതാണ്. ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് കൊറിയിൽ എന്ത് ചെയ്യാം, ഈ ഓർഡർ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ അതിന്റെ കോഡ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ടേബിളിന്റെ ഹെഡറിന്റെ നേരെയാണ് നമുക്ക് ആ ഒരു ഐക്കണും ലിങ്കും വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ID ആകുമ്പോൾ IDന്റെ നേരെ href ക്വസ്റ്റ്യൻ മാർക്ക് സോർട്ട് ഈക്വൽ ടു ID ആൻഡ് ഓർഡർ ഈക്വൽ ടു ആസ്ക് എന്ന് പറഞ്ഞിട്ട് അസെൻഡിങ് ഓർഡറിലുള്ള ആരോ വരാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടർ ആയി കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആൻഡ് UAR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ വരാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഓർ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. പൈപ്പ് എന്നാണ് ഈ ഒരു ഇതിന് പറയാ, ഒരു ക്യാരക്ടറിന് പറയാം. പൈപ്പ് ഇട്ടിട്ട് നമ്മൾ അടുത്തതിന്റെ അപ്പുറത്ത് ഡിസെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഡിസെൻഡിങ് ആകുമ്പോൾ അതിന്റെ href എന്തായിരിക്കണം, സോർട്ട് ഈക്വൽ ടു ഫീൽഡിന്റെ പേര് ID ആണ്. നമ്മൾ ഡാറ്റാബേസിൽ എന്താണ് ഫീൽഡിന്റെ പേര് കൊടുത്ത് അതേ ഫീൽഡ് പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ സോർട്ട് ഈക്വൽ ടു ID ഓർഡർ ഈക്വൽ ടു ഡിസ്ക് DESC, ഇവിടെ നോക്കാം ASC അസെൻഡിങ് ഡിസെൻഡിങ്. അപ്പൊ അതേപോലെ എല്ലാ ഫീൽഡിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നെയിമിനാകുമ്പോൾ സോർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം ആയിരിക്കും. ഓർഡർ നേരത്തെ പോലെ തന്നെ ലാസ്റ്റ് നെയിം ആയിരിക്കും ലാസ്റ്റ് നെയിം. പിന്നെ ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എല്ലാത്തിനും അങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. URL ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് തുടങ്ങുക. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന URL അതിനോട് ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ വിട്ടിട്ട് അപ്പൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ പേജ് നേരത്തെ നമ്മൾ സെറ്റ് ഓഫ് ഗെറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇന്റിജർ ഓഫ് പേജും അല്ലെങ്കിൽ 1 കൊടുത്തിരുന്നു. അതേപോലെ തന്നെ സോർട്ടിന് നമ്മൾ സെറ്റ് ഓഫ് ഗെറ്റ് സോർട്ട്, അതായത് നമ്മൾ URL സോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വറി പാരാമീറ്റർ ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അത് പാസ് ചെയ്യും, ഇല്ലെങ്കിൽ എന്താണ് നള്ള്. ഇനി ഓർഡർ എന്ന് പറയുന്നതോ ഓർഡർ ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ എന്താണ് ASC ബൈ ഡിഫോൾട്ട് അസെൻഡിങ് എന്നാണ് പാസ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ ഈ ലിസ്റ്റ് ഓൾ എന്ന ഫംഗ്ഷനിൽ അടുത്ത രണ്ട് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാണ്. സോർട്ടും ഓർഡറും രണ്ടും ആ ഓർഡറിൽ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ ആ ലോജിക് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഗോ ടു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സോർട്ട് ബൈ നള്ളും
സോർട്ട് ഓർഡർ ബൈ ഡീഫോൾട്ട് അസെൻഡിങ് എന്ന് പറഞ്ഞെടുക്കുന്നുണ്ട്. അസെൻഡിങ് ആയിരിക്കും ഡീഫോൾട്ട്. എന്നിട്ട് നമ്മൾ വാലിഡ് സോർട്ട് കോളംസ് വന്നിട്ടുള്ള ഒരു അറേ വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് URL എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്ത് നിങ്ങളിപ്പോ അവിടെ ഇല്ലാത്തൊരു കോളം പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഏജ് എന്ന് പറഞ്ഞത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറെ ബ്രേക്ക് ആവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഫീൽഡ് വെച്ച് സോർട്ട് ചെയ്യാന്നുള്ളത് നമ്മളൊരു വാലിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേയിൽ ഫീൽഡ് നെയിമുകൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. ഇതൊക്കെ നമ്മുടെ ഡാറ്റാബേസിലുള്ള കോളത്തിന്റെ പേരാണ്, ഫീൽഡിന്റെ പേരാണ്. അപ്പൊ എടുത്തു വെച്ചു. പിന്നെ സോർട്ട് ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് പാസ് ചെയ്ത സോർട്ട് ഓർഡർ നിങ്ങൾ ചിലപ്പോൾ പാസ് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കാം. നമ്മളിപ്പോ URL നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ലെറ്ററിലാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റലാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ സ്മോളിലാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഏത് യൂസറിന് അത് URL ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗെറ്റ് ആയതുകൊണ്ട് ഇപ്പൊ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അപ്പൊ അവിടെയൊക്കെ എറർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, MySQL വേണ്ടത് അത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്യാപ്സിലേക്കാണ്. അപ്പോൾ ഞാൻ str to upper എന്ന് പറഞ്ഞ PHP ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് ആ ഒരു വേരിയബിൾ പാസ് ചെയ്തെടുത്ത് ട്രിപ്പിൾ ഈക്വൽ ടു ഡിസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ്, അല്ലെങ്കിൽ അസെൻഡിങ്. ഇനി അസെൻഡിങ് ഇല്ലെങ്കിൽ, ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അസെൻഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പൊ അസെൻഡിങ് എടുത്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇഫ് നോട്ട് ഇൻ അറേ, ഇൻ അണ്ടർസ്കോർ അറേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഒരു ഐറ്റം ഒരു അറേയിൽ ഉണ്ടോ ഇല്ല നോക്കാനുള്ള ഫംഗ്ഷൻ ആണ് അത്. ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കണം. str to upper, in array, അതേപോലെ iset, empty, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ in array എന്ന് പറയുന്നത് എന്താണ്, അതിലേക്ക് ഒരു ഡാറ്റ ഐറ്റം പാസ് ചെയ്ത് കൊടുക്കുക, രണ്ടാമതായിട്ട് ഒരു അറേയും പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പാസ് ചെയ്ത ഐറ്റം ഈ അറേയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഉണ്ടെങ്കിൽ ട്രൂ, ഇല്ലെങ്കിൽ ഫോൾസ്. അപ്പൊ നോട്ട് ഇൻ അറേ എന്ന് പറയുമ്പോൾ ഫോൾസ് ആണെങ്കിൽ ഇൻ അറേ ഓഫ് സോർട്ട് ബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ് ചെയ്ത കോളം ഇവിടെ പാസ് ചെയ്തു. എന്നിട്ട് വാലിഡ് സോർട്ട് കോളംസ് എന്ന് പറഞ്ഞ അറേ, ഈ അറേയിൽ ഉള്ളതാണെങ്കിൽ അതെന്തായിരിക്കും, ട്രൂ ആയിരിക്കും, ഇല്ലെങ്കിൽ ഫോൾസ്. അപ്പൊ നോട്ട് ഫോൾസ് ആണെങ്കിൽ സോർട്ട് ബൈ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, നള്ളായിരിക്കും. അല്ലെങ്കിൽ സോർട്ട് ബൈ എന്തായിരിക്കും, നിങ്ങൾ പാസ് ചെയ്ത് തന്നെ ആയിരിക്കും. എന്നിട്ട് അടുത്തത് നമ്മൾ കൊറി, നേരത്തെ ഉണ്ടായിരുന്ന കൊറി തന്നെ അഡീഷണൽ ഇവിടെ വന്നിട്ടുള്ളത് ലിമിറ്റിന്റെ മുമ്പാണ് ഓർഡർ കൊടുക്കേണ്ടത്. അപ്പോൾ ലിമിറ്റിന്റെ മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം സോർട്ട് ബൈ, ഈഫ് സോർട്ട് ബൈ. അതായത് സോർട്ട് ബൈ എന്ന് പറയുന്നത് നള്ളല്ലെങ്കിൽ കൊറി ഡോട്ട് ഈക്വൽ ടു, ഇവിടെ സ്പേസ് ഒക്കെ ശ്രദ്ധിക്കുക, ഡോട്ട് ഈക്വൽ ടു സ്പേസ് ഇട്ടിട്ട് ഓർഡർ ബൈ, ഓർഡർ സ്പേസ് ബൈ, ഓർഡർ ബൈ എന്നുള്ള ഒരുമിച്ചല്ല, ഓർഡർ സ്പേസ് ബൈ എന്താണ്, ആദ്യം കോളത്തിന്റെ പേരാണ് കൊടുക്കുന്നത്, അതായത് സോർട്ട് ബൈ, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് സോർട്ട് ഓർഡർ. PHPയിൽ ഇങ്ങനെ നമുക്ക് വേരിയബിൾസ് അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുമ്പോൾ ഡബിൾ കോട്ട് ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾസ് ഇങ്ങനെ അപ്പൻഡ് ചെയ്യാതെ ഡയറക്റ്റ് ഡബിൾ കോട്ടിന്റെ ഉള്ളിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ സ്ട്രിങ് ബ്രേക്ക് ചെയ്ത് ഡോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഡോട്ട് ഇട്ട് സ്ട്രിങ് കൊടുത്ത് അങ്ങനെ കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ എപ്പോഴും PHPന്റെ ഉള്ളിൽ വേരിയബിൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡബിൾ കോട്ട് ഉപയോഗിക്കാം. അപ്പോൾ കൊറി ഓർഡർ ബൈ എന്തായിരിക്കും, സോർട്ട് ബൈ എന്നുള്ള ഫസ്റ്റ് നെയിം, സോർട്ട് ഓർഡർ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്, ആസ്ക് ഓർ DESC എന്നുള്ള ആ ഒരു കൊറി ആയിരിക്കും ജനറേറ്റ് ആവുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെ, കൊറിന്റെ കൂടെ ലിമിറ്റും കൂടെ ചേർത്ത് അത് എക്സിക്യൂട്ട് ആയിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ പേജിൽ വന്നിട്ട് ഈ ഫസ്റ്റ് നെയിമിന്റെ പേരിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ABC എന്ന് പറയുന്ന ആ ഓർഡറിൽ, ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തിരിച്ചുള്ള ഓർഡറിലും സോർട്ടായി. ഇനി ഞാൻ സാലറിയാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ സാലറിന്റെ കുറവ് മുതൽ കൂടുതൽ വരെയുള്ള അസെൻഡിങ് ഓർഡർ. ഇനി ഡിസെൻഡിങ് ആണെങ്കിൽ അങ്ങനെയും സോർട്ട് ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം വെച്ചിട്ട് സോർട്ട് ചെയ്യുന്ന രീതിയിലും ഉണ്ട്. ഇനി ഇമെയിൽ സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമെയിലും ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യാം. ലാസ്റ്റ് നെയിമും ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതൊന്നല്ല, ബൈ ഡീഫോൾട്ട് നമുക്ക് IDന്റെ ഓർഡറിൽ ആണ് സോർട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ IDന്റെ ഓർഡറിൽ സോർട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ ഒട്ടുമിക്ക ഡെവലപ്പേഴ്സും ഇങ്ങനെ ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഫംഗ്ഷനാലിറ്റി ചെയ്തു, അതെല്ലാം ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആയതിനു ശേഷം രണ്ടാമതൊരു ഫംഗ്ഷനാലിറ്റി ചെയ്യുമ്പോൾ നിലവിലുള്ള ഫംഗ്ഷനാലിറ്റി ബ്രേക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് പലരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒന്ന് പേജിനേഷനും പിന്നെ അതേപോലെ തന്നെ സോർട്ടിങ്ങും. രണ്ട് URL വഴിയാണ് നമ്മൾ രണ്ടും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ, രണ്ടും കമ്പൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ സോർട്ട് ചെയ്തപ്പോൾ ഞാൻ നെയിമിന്റെ ഫസ്റ്റ് നെയിമിന്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പേജിനേഷനിലേക്ക് പോവാണ്. പേജിനേഷനിലേക്ക് പോകുമ്പോൾ അവിടെ അത് തെറ്റി. കാരണം എന്താണ്, URL ഞാൻ ഓൾറെഡി ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, റീസെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പേജ് 3 ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിനേഷൻ ഞാനിവിടെ പാസ് ചെയ്യുന്നില്ല. പേജിനേഷന്റെ പിന്നെ URL 3 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സോർട്ടിങ് ഞാനിവിടെ പാസ് ചെയ്യുന്നില്ല, പേജ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ രണ്ടും നമ്മൾ ഓൾറെഡി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പേജിനേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സോർട്ടിങ്ങും പാസ് ചെയ്യണം, പേജിനേഷനും പാസ് ചെയ്യണം. നേരെ തിരിച്ചു, സോർട്ടിങ് ചെയ്യുമ്പോൾ ഓൾറെഡി പേജിനേഷൻ ചെയ്ത് വെച്ചിട്ടാണ് സോർട്ടിങ് ചെയ്യുന്നതെങ്കിൽ എന്ത് ആക്കണം, ഇതിന്റെ കൂടെ ആ ഒരു പേജിനേഷനെ കൂടെ പാസ് ചെയ്യണം. ഇപ്പൊ ബൈ ഡീഫോൾട്ട് പേജിനേഷൻ ഫസ്റ്റിലേക്ക് മാറിപ്പോയി, ഞാൻ തേർഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പൈൻ ആയിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത URL, യൂസർ ക്ലിക്ക് ചെയ്യുന്ന URL, ഇവിടെ ഞാൻ സോർട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ലാ ഹെഡറിനും, അവിടെ പേജിനേഷനും കൂടെ കൊടുക്കണം. അതേപോലെ പേജിനേഷന്റെ സ്ഥലത്ത് ഞാൻ എന്താക്കിയിട്ടുണ്ട്, URL പേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അവിടെ സോർട്ടിങ് നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ള സോർട്ടിങ്ങും കൂടെ കൊടുക്കണം. അതൊന്ന് ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പൊ ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ആദ്യം ഞാൻ സോർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ സോർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു എറർ കിട്ടിയിട്ടുണ്ട്. എറർ കിട്ടിയത് അൺകോട്ട് MySQL എക്സെപ്ഷൻ സൈൻഡ് ഇന്റിജർ വാല്യൂസ് ഔട്ട് ഓഫ് റേഞ്ച് MySQL സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു 0 10 ഫസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്തോ നമ്മള് ഒരു വാല്യൂ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് സൈൻഡ് ഇന്റിജർ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു എറർ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് പാസ് ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കാം. നമ്മൾ URL-ആയിട്ട് ബന്ധപ്പെട്ട ചേഞ്ച് ആണല്ലോ ഇപ്പൊ വരുത്തിയിട്ടുള്ളത്, അപ്പോഴാണ് എറർ വന്നത്. അപ്പൊ നമ്മൾ URL ആണ് ആദ്യം നോക്കേണ്ടത്. URL നോക്കുക, സോർട്ട് ഈക്വൽ ടു ഫസ്റ്റ് നെയിം, ഓക്കെ അത് കറക്റ്റ് ആണ്. ആൻഡ് ഓർഡർ ഈക്വൽ ASC, അതും കറക്റ്റ് ആണ്. ആൻഡ് പേജ് ഈക്വൽ ടു, അവിടെ വാല്യൂ പോകുന്നില്ല. പേജ് ഒരു ഇന്റിജർ വാല്യൂ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ വാല്യൂ അവിടെ പോകുന്നില്ല. അപ്പൊ അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പേജ് ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. പേജ് എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്ക് ഉണ്ട്, അതോടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മുകളിലേക്ക് നോക്കുകയാണ് പേജ് വേരിയബിൾ എവിടെ എന്നുള്ളത്. എറർ റിപ്പോർട്ടിംഗ് തൽക്കാലം ഞാൻ ഒഴിവാക്കാണ്, കാരണം വാർണിംഗ് കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ പേജ് വേരിയബിൾ നമുക്കുള്ളത് താഴെയാണ്. പേജ് എന്ന് പറയുന്ന വേരിയബിൾ താഴെ ആയതുകൊണ്ട് നമ്മൾ അത് മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ മുകളിൽ എന്തുണ്ടാവില്ല, ഈ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ പേജിന്റെ തുടക്കത്തിൽ തന്നെ ഈ HTML ഫയലിന്റെ തുടക്കത്തിൽ തന്നെ ഒരു PHP ടാഗ് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് മാറ്റാണ് ആ ഒരു വേരിയബിൾ. ഓക്കെ, ഇനി നമുക്ക് പേജ് റിഫ്രഷ് ചെയ്തിട്ട് ഈ കുറെ പാരാമീറ്റേഴ്സ് ഒക്കെ ഒഴിവാക്കാം URL-ന്. എന്നിട്ട് ഫസ്റ്റ് പേജിലേക്ക് പോയി സോർട്ട് ചെയ്തു, വർക്കിംഗ് ആണ്. അപ്പൊ ബൈ ഡീഫോൾട്ട് പേജ് 1 എന്നുള്ളത് കാണിച്ചു. ഞാൻ സെക്കൻഡ് പേജിലേക്ക് പോയി. അപ്പൊ പേജ് 2 ആയി. ഫസ്റ്റ് നെയിം വെച്ചിട്ടാണ് ഞാൻ സോർട്ട് ചെയ്തത്. സോർട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ സോർട്ടും ഉണ്ട്, പേജിനേഷനും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഉള്ളത് സെക്കൻഡ് പേജിലാണുള്ളത്. ഇനി സെക്കൻഡ് പേജിൽ ഇരുന്നുകൊണ്ട് സോർട്ടിങ് മാറ്റാണ്, സാലറിന്ന് വെച്ചിട്ടാണ് സോർട്ടിങ് ആക്കുന്നത്. അപ്പൊ എന്തായി, സോർട്ട് സാലറി ആയി. ഓർഡർ നേരത്തെ അസെൻഡിങ് തന്നെ പേജ് 2. ഇനി ഓർഡർ മാറ്റി കഴിഞ്ഞാലോ, ഓർഡർ മാത്രം മാറുന്നുള്ളൂ, പേജ് ആ സെയിം പേജിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഓർഡറും പിന്നെ സോർട്ടും എല്ലാം കറക്റ്റ് പാസ് ആവുന്നുണ്ട്. എങ്ങനെയാണ് കമ്പൈൻ ആയിട്ട് രണ്ടും കൂടെ ഫിക്സ് ചെയ്യുന്നത്? അപ്പൊ കോഡിൽ എന്താണ് ചെയ്തതെന്നുള്ളത് കൂടെ നോക്കാം. കോഡിൽ ചെയ്തത് ആദ്യം നമ്മൾ പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് എന്ന് പറഞ്ഞ വേരിയബിൾ ടോപ്പിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ ഹെഡറിൽ നമ്മൾ സോർട്ടിങ്ങിന്റെ URL കൊടുത്തല്ലോ, ആ സോർട്ടിങ്ങിന്റെ URL പേജും കൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് പേജ് ഈക്വൽ ടു എന്താണ് നമ്മൾ പേജ് വേരിയബിൾ. പേജ് വേരിയബിൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചാണ്, നമ്മൾ URL പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ് ചെയ്ത്, അല്ലെങ്കിൽ 1 ബൈ ഡീഫോൾട്ട് 1 എന്നുള്ളത്. അപ്പൊ അത് എല്ലാ സോർട്ടിങ്ങിന്റെ എല്ലാ URL-ഉം പാസ് ചെയ്തു, എല്ലായിടത്തും പാസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇട്ടിട്ടാണ് പാസ് ചെയ്തത്. ഇനി അതേപോലെ തന്നെ പേജിനേഷനിൽ നമുക്ക് 3 ടൈപ്പ് URL, ഒന്ന് പ്രീവിയസ്, നെക്സ്റ്റ്, പിന്നെ ഈ നമ്പേഴ്സ്. അപ്പൊ 3 സ്ഥലത്താണ് നമുക്ക് URL വരുന്നത്. അപ്പൊ ആദ്യം പ്രീവിയസിന്റെ ഇവിടെ പ്രീവിയസിന്റെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് കൊടുത്ത HRF-ലാണ്. HRF-ൽ നോക്കിക്കഴിഞ്ഞാൽ HRF-ന്റെ ലിങ്കിന്റെ ഉള്ളിൽ നമ്മൾ പേജിനേഷന്റെ കഴിഞ്ഞിട്ട് ആൻഡ് സോർട്ടും കൊടുക്കണം. സോർട്ടും പിന്നെ അതേപോലെ ആൻഡ് ഓർഡറും, സോർട്ടും ഓർഡറും കൂടെ പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ലൂപ്പിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു നമ്പർ ജനറേറ്റ് ചെയ്യുന്ന അവിടെയും എന്താണ് സോർട്ടും ഓർഡറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നെക്സ്റ്റ് കൊടുക്കുന്നിടത്ത് നെക്സ്റ്റിനും അതേപോലെ തന്നെ പേജ് കഴിഞ്ഞതിന് ശേഷം പേജ് ഈക്വൽ ടു കൊടുത്ത് സോർട്ടും ഓർഡറും രണ്ടും പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ആയിട്ട് പേജിനേഷനും സോർട്ടിങ്ങും ഒരുമിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.